ഹലോ ഹായ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, നമ്മളിന്ന് വന്നിക്കണത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പം പലരും പല വിധം പറയലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് മക്കളെ. അപ്പോൾ സ്വർഗം കണ്ട പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ ദാ നിങ്ങൾ കപ്പയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പോവല്ലി. അപ്പോൾ നമ്മൾ കപ്പ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ ഒരു 5-8 മണിക്കൂർ വെള്ളത്തിലിടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിപ്പ് പോവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പാൽക്കപ്പയാണ്. അപ്പോൾ പാൽക്കപ്പ എന്ന് പറയുമ്പോൾ പലരും പല മട്ടത്തിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയതൊന്ന് കണ്ടു നോക്കി മക്കളെ. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാ നമ്മൾ വെറുതെ ഒന്നും പറയല്ല കേട്ടോ. നമ്മൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പറയും രസം ഉണ്ടായിന്ന്, ചിലർ അറിയും രസമില്ല, പ്രത്യേകിച്ച് ഒരു രസമൊന്നുമില്ല എന്നിട്ടാ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെ കൊണ്ടുവന്ന് വെച്ച പൂളയാണ്. അപ്പോൾ നമ്മൾ അച്ചേൽക്ക് തന്നെ വെള്ളത്തിലിട്ടച്ചേനിട്ടാ. അങ്ങനെ അച്ചേൽക്ക് വെള്ളത്തിലിട്ടാൽ നല്ലൊരു വെള്ളത്തിൽ കിടന്നൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് എങ്ങനെ പൂള വെച്ചാലും കേട്ടോ. അപ്പോൾ അതാ നമ്മളത് നല്ലോണം കൊത്തി നുറുക്കണേ. അപ്പോൾ അതിൻ്റെ ആരും പൊടിയൊന്നും കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നുള്ളി പെറുക്കി അക്കണ്ട് ഒഴിവാക്കിങ്ങാണ്ട് നല്ല വൃത്തിയിൽ കിട്ടണം. ഇത് ലേശം മഞ്ഞപ്പൂളയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തനി വെള്ളമുള്ളത് കിട്ടുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ഫ്രഷ് പൂള പോയി വാങ്ങണം. അപ്പോൾ നല്ല കട്ടിപ്പൊന്നും ഇല്ലാത്ത നോക്കിക്കാണ്ടാണ് കേട്ടോ ഇതിനെടുക്കേണ്ടത്. അതിന് കട്ടിപ്പ് വന്നാൽ അതിൻ്റെ ആ കയ്പ അങ്ങനെ കട്ടിപ്പ് എന്തെങ്കിലും വന്നാൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പം നമ്മളതൊക്കെ നമ്മൾ വൈകുന്നേരം രാത്രിക്കൊക്കെ ആട്ടത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇത് പണിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോള് കുറച്ച് ദിവസമായിക്കണം പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഓക്ക് കുരയിനെ ചുമ ഉണ്ടാകുമ്പോൾ ഈ കപ്പൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് നീട്ടി പിടിച്ചതാണ്. അപ്പോൾ ഇന്ന് പോളെ സബൂറൊക്കെ പൊയ്ക്കണം. അപ്പോൾ പറയുന്നത് നിങ്ങളോട് എന്ന് പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ അതാകും നല്ലാണ്ട് കഴുകിങ്ങാണ്ട് നമ്മൾ കുക്കറിലാട്ട് വെക്കേണ്ടത്. പക്ഷേ മൂടാതെയാണ് വെക്കേണ്ടത്. അപ്പോൾ കുക്കർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് അതിന് നല്ല മുങ്ങോളം വെള്ളം വെച്ചുകാണ്ട് അപ്പോൾ ആദ്യത്തെ വെള്ളം നമുക്ക് ഒഴിവാക്കാനുള്ള. അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടിപ്പൊക്കെ പോയി കിട്ടണം. അപ്പോൾ നമ്മളിതാ അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ മൺചട്ടിയിലൊന്നും വെക്കാൻ പറ്റില്ല. മൺചട്ടി വെച്ചാൽ ചിലപ്പോൾ കറിൻ്റെ ആ കളറ് വരും. കളറൊന്നും വരാൻ പാടില്ല, നല്ല വൈറ്റ് കളറിൽ കിട്ടണം. പക്ഷേ ഇത് എനിക്ക് വൈറ്റ് കളറ് വല്ലാതെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല ഈ രാത്രിയായി തുടങ്ങുന്നുണ്ട്. മരുഭാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ. ഇരുട്ടിക്കണം, മരുഭാങ്ക് കൊടുക്കാനായി തുടങ്ങിയിരിക്കണം. അപ്പോൾ അപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞു ഞാൻ ഇന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മോള് പറയുന്നുണ്ടായിരിക്കും മത്തി കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ ഉച്ചക്കാണെങ്കിൽ ഒരു ലേസം മീനുള്ളതിനിട്ടാ 2 അയിലറ്റ് ഉള്ളതിന്. അപ്പോൾ കാക്ക ഒന്ന് മാർക്കറ്റിൽ പോയി നോക്കുമ്പോൾ 50 ഉറുപ്പ്യക്ക് കിട്ടിയതാണ് കേട്ടോ മക്കളെ. ഈ മത്തി കുറച്ച് കൂടുതലുണ്ടല്ലേ. അപ്പോൾ പോയി നോക്കുമ്പോഴാണ് കിട്ടിയത് കേട്ടോ. എങ്ങനെയായാലും രാത്രി വൈകുന്നേരമൊക്കെയുള്ള മീൻ കുറവുണ്ടായില്ലേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീനൊക്കെ വിലയിനി. അപ്പോൾ അങ്ങനെ വല്ലാതെ പോവലില്ല കേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ 50 ഉറുപ്പ്യക്ക് കുറച്ച് മത്തി കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 എണ്ണം ഓരോരുത്തർക്ക് കണക്കാക്കിക്കാണ്ട് കാക്കാക്ക് 3 എണ്ണം കണക്കാക്കി, ആണുങ്ങൾക്ക് ഒന്ന് നമ്മൾ ഏറെ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ 2 എണ്ണം 3 എണ്ണമൊക്കെ ഉണ്ടാക്കിക്കാണ്ട് നമ്മൾ നല്ല നെടുപ്പുള്ളതൊക്കെ നമ്മളുണ്ട് പെറുക്കി വെച്ചിട്ട് നമുക്ക് ഇപ്പം ഉണ്ടാക്കാനിട്ടാൽ ബാക്കി നമുക്ക് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാൻ. അപ്പോൾ ഞാൻ 2 ഒരിയാക്കിക്കാണ്ട് വെക്കാം. 50 ഉറുപ്പ്യക്ക് ഇത്ര കിട്ടിയില്ലേ. അപ്പോൾ നല്ല ആദായമുള്ള. അപ്പോൾ പോയി നോക്കിയതുകൊണ്ടാട്ടോ കിട്ടിയത്. അപ്പോൾ പാവം ഞാൻ വിളിച്ച് പറഞ്ഞ പാടന്നെ പോയിക്കണം. അങ്ങനെ ഉണ്ടാക്കാക്ക. പിന്നെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ട് മറിച്ച് പറയില്ല. അപ്പോൾ തന്നെ കൊണ്ടുവന്ന് തരും. വിചാരിച്ച് ഞാൻ പറയലില്ല. ചില നേരത്തെ പൈസ ഇല്ലാത്ത നേരം ഉണ്ടാവും. അപ്പോൾ വിചാരിച്ചങ്ങാണ്ട് ഞാൻ ഒന്നും പറയലില്ല കേട്ടാ. അപ്പോൾ ഇങ്ങനെ മത്തി ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ പാവം പോയി ഇങ്ങാണ്ട് മേടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ ഇതാ പിന്നെ കപ്പൊക്കെ ഒരു 1-2 തളൻ തളിച്ചിട്ടാ. നല്ല വെന്തിട്ടില്ല, 2 തളൻ തളിച്ച്. അപ്പോൾ നമ്മൾ ഒരു ഓട്ടപാത്രത്തേക്ക് അതുണ്ട് ഊറ്റി വെച്ചിക്കണേ. അപ്പോൾ ആ വെള്ളമൊക്കെയാണ് പൊയ്ക്കോട്ടെട്ടാ. അപ്പോൾ ആ കട്ടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനായിട്ടത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നല്ല ഫ്രഷ് പൂളമാണെന്ന്. അപ്പോൾ അതാ നമ്മൾ അതിക്കൊരു വല്യുള്ളി ഇതാ അരിഞ്ഞിടണം കേട്ടോ. ഒരു വല്യുള്ളി പിന്നെ അരിയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇപ്പോൾ വല്യുള്ളിക്കൊക്കെ വില കൂടിയപ്പോഴേക്കും ഉള്ളി എടുക്കേണ്ടൊക്കെ ഒരു ജാതി ഉള്ളി ഒരു കേട് പോലെ. അപ്പോൾ അതൊക്കെ നന്നാക്കി അതിൻ്റെ ഒരു പൊള്ളിയൊക്കെ ഉണ്ട് ഒഴിവാക്കിയപ്പോൾ പിന്നെ ഒരു ഉള്ളി തേച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു ഉള്ളി മതി. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാ നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വല്ലാതെ ചോയ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ വല്യുള്ളി എടുത്ത് കിട്ടാം. അപ്പം നല്ല അപ്പോൾ അതാ ഒരു 4-5 ചീരാമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് മുളകില്ലേനി. അപ്പോൾ നമ്മൾ അങ്ങി പോയി ഇങ്ങാണ്ട് നുള്ളി കൊടുന്നാൽ കേട്ടോ. അപ്പോൾ ആ കുക്കർക്ക് ഇട്ട് അപ്പോൾ ആ 2 തള തളിച്ച് ഊറ്റിയില്ലേ ആ പൂളതാ ഇതിക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിക്കണേ കുക്കർക്കാട്ടാ. അപ്പോൾ 2-ാം പാലാണ് ഇട്ടത്. അപ്പോൾ ഈ 2-ാം പാൽ നമ്മൾ ഇതിക്കണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങോട്ടൊന്ന് കുക്കറും അടച്ചുകാണ്ട് നന്നായി അസലായിട്ടാണ് വേവട്ടെട്ടാ. ഒരു 2-3 വിസിലാണ്ട് വേവട്ടെ. അപ്പോൾ നല്ലാണ്ട് ഉടക്കണില്ല. ഇവിടെ നല്ല ഉടച്ചാൽ ചിലപ്പോൾ പറ്റില്ലേക്കാരം. നല്ല ഉടച്ചാലാണെങ്കിൽ ഇതിങ്ങനെ തോണ്ടി തിന്നണ മാതിരിയാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 വിസിൽ അടുപ്പിച്ചിക്കണം. നല്ല പൊടിയുള്ള പൂളയാണ്.
അപ്പോൾ ഇതാ നമ്മൾ വിസിലൊക്കെ പോയി നമ്മൾ പിന്നെ ഇതുണ്ട് വെന്തിക്കണ നോക്കട്ടെ അപ്പോൾ അസലായിട്ടാണ് വെന്തിക്കണേ. അപ്പോൾ ആ പാരുന്ന വെള്ളമൊക്കെ നമ്മളതിൽ തന്നെ ഒരുവിധം കണക്കായിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല നോക്കി അപ്പോൾ വെള്ളമൊക്കെ ശരിയാക്കണേ. ഇഞ്ഞാണ് കേട്ടോ പണി. അപ്പോൾ തന്നെ മോള് വന്നുകാണ്ട് ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ഓക്ക് പിന്നെ നുണ നിൽക്കണില്ല. അപ്പോൾ അതാ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തേനെ കുറച്ച് അധികം വെളിച്ചെണ്ണൊക്കെ ഒഴിക്കട്ടോ. എപ്പോഴും ഇല്ലല്ലേ അതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പോൾ നമ്മളൊരു സ്പൂണ് കടുക് അതിൽ ഇട്ടുകൊടുത്ത് ഇനി നമുക്കത് മൂത്ത് വരുമ്പോൾ ഒരു സ്പൂണ് നല്ല മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയാം. അപ്പോൾ നിങ്ങളിത് കണ്ടുകാണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറയേണ്ടത്. ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു സ്പൂണ് കടുക് മൂത്തിൻ്റെ ശേഷം പിന്നെ ഒരു സ്പൂണ് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതും കൂടി ഒന്നാണ് മൂത്തോട്ടെ. അപ്പോൾ അതാ ഇനി നമ്മളേക്ക് ഇടേണ്ടത് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റാട്ടാ. പിന്നെ നമ്മളെടുത്ത് എപ്പോഴും പേസ്റ്റായി കൊണ്ടല്ലേ നിൽക്കൽ. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെടുത്ത് പേസ്റ്റല്ലേ എപ്പോഴും ഉണ്ടാവില്ലേ. അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ആയി ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് നല്ലൊന്ന് വഴണ്ട് കണ്ട് അതിൻ്റെ ആ പച്ചച്ചൊയൊക്കെ പോയിക്കോട്ടെ. ഇനി നമ്മളൊരു പൊടി ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട് അതും ആയി ഇട്ട് കൊടുത്തിട്ടാ. ചെറിയ ഉള്ളിയൊക്കെ കൂടുതലുണ്ടായാൽ ഏറ്റവും നന്ന്. പുള്ളിക്കൊക്കെ വിലയല്ലേ അത്രയൊക്കെ മതി. അപ്പോൾ പിന്നെ അരിഞ്ഞുണ്ടാക്കാനും പണിയല്ലേ തൊലിച്ചുണ്ടാക്കാൻ. അപ്പോൾ അതാ ഒരു 2-3 നല്ലൊരു വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ എരിവ് ചേരും. അപ്പം ആദ്യം നമ്മൾ ചീരാമുളക് ആദ്യം ഇട്ടിക്കണേ. അപ്പോൾ ഒരു 2-3 വറ്റൽമുളക് മുറിച്ചുകാണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതും നല്ലാണ്ട് വരട്ടിക്കോട്ടെ. അപ്പോൾ നമ്മളിനി നല്ല നാടൻ കറിവേപ്പിലുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ മുന്തിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല തളിര ഇല നോക്കിക്കാണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഉണ്ടായി നല്ല ടേസ്റ്റ് കൊടുക്കല്. അപ്പോൾ അതൊക്കെ നല്ല ആദ്യം തന്നെ സംഘടിപ്പിച്ച് വെക്കണം. വാടിയതൊന്നും അല്ല എടുക്കലിട്ടാ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ എടുത്തുകാണ്ട് അതും അതിലിട്ടുകാണ്ട് നല്ല ഒന്നാണ്ട് വയറ്റി. അപ്പം ഇനി നമ്മളിത് കോരി വെക്കുക. അപ്പം ഇനി ഒരു പാത്രം തന്നെ മതിയല്ലോ ഇതിൽ കൂടി. അപ്പോൾ അതൊക്കെ കോരി വെച്ചിട്ടാ. വെളിച്ചെണ്ണയും മൂത്തതും ഒക്കെ കോരി വെച്ചിട്ടാ. അപ്പോൾ ചട്ടി ഫ്രീ ആയിക്കണേ. അപ്പം നമ്മൾ ഈ വെന്ത പൂളുണ്ടല്ലോ അപ്പോൾ അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നല്ലാണ്ട് ഉടക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വല്ലാതെ ഉടക്കണില്ല. അമ്മക്കൊക്കെ ചിലപ്പോൾ വറ്റണ്ട് ഉടച്ചാൽ ചിലപ്പോൾ പറ്റില്ല എന്ന് വരുവേ. പിന്നെ ഒന്നും കടിക്കാനായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്നുണ്ട് ഉടച്ചിക്കാണ്ട് ഞാൻ ആ 1-ാം പാലുണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വലിയ മുറിൻ്റെ പാലാട്ടാണ് എടുത്തിക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ എത്ര ഉണ്ടെങ്കിലും നന്നാവും. നല്ല എപ്പോഴൊന്നും ഉണ്ടാക്കാത്ത സാധനമല്ലേ. അപ്പോൾ അതൊക്കെ നല്ല മട്ടത്തിലുണ്ടാക്കണം. അപ്പോൾ ഇതാ അതുകൊണ്ട് ഇതാക്കിക്കാണ്ട് ഞാൻ ഒന്നും കൂടി ഒന്നുകൊണ്ട് ഉടക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂള ഞാൻ പറഞ്ഞില്ല മഞ്ഞപ്പൂളൻ തോന്നുന്നുണ്ടെന്ന്. അതാട്ടെ കളറ് കിട്ടാത്തത്. ഇത് നല്ല വൈറ്റ് പൂള. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ഭംഗിയാണ് കിട്ടൽ. അപ്പോൾ അത് നല്ലൊന്നുണ്ട് ഒന്നും കൂടിയാണ്ട് ഉടച്ചിക്കണം കേട്ടോ. നല്ലൊന്നും ഉടച്ച് ഇനി ഒന്നൊരു തേങ്ങാപ്പാലല്ലേ ഒന്ന് തുള്ളിയാൽ മതി. അതിൻ്റെ ശേഷം നമുക്ക് ഈ വറവായി കണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ ലേസ് ഇപ്പം എനിക്ക് കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇപ്പായി ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ആക്കണ്ട് റെഡി ആയിക്കണേ. എന്താണെന്നതിൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വായിൽ കപ്പലോടാനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇതൊക്കെ ഇപ്പം നല്ല കപ്പ കിട്ടുന്നുണ്ട്. മറ്റേ ചില കാലത്തൊന്നും കപ്പ നല്ല കിട്ടൂലല്ലോ. അപ്പോൾ ഇങ്ങനെ കപ്പലെങ്ങനെ ചെറിയങ്ങോട്ട് കൊണ്ടെടുക്കണേ. അപ്പോൾ അതൊക്കെ നല്ല ഒന്നും കൂടിയാണ്ട് കുത്തി ഉടച്ചു നോക്കണം കേട്ടാ. അപ്പോൾ മോള് പറയണ ചിലപ്പോൾ ഉമ്മാക്ക് പറ്റൂല എന്ന് പറയണം. അപ്പോൾ അതിന് ഇശാവാങ്ക് കൊടുത്തിക്കണം കേട്ടാ. ഞാൻ മരുവിസ്കേച്ച് എൻ്റെ വാതിൽ പറലൊക്കെ കഴിഞ്ഞാണ്ടാണ് പിന്നെ ഇതാക്കിയതിട്ടാ. മുതിയാരം തീ വെച്ചുകാണ്ട് വേവലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ കഴിഞ്ഞതിൻ്റെ രസം എനിക്ക് മീൻ പണിയെടുക്കാണ്ട് മീനൊന്നും മുറിക്കണ്ടെന്ന് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നല്ല മത്തി തന്നെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ചിക്കന് പിന്നെ ബീഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറ്റും. മത്തിയാണ് പുളിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് കൊടുക്കല്. നല്ല മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാട്ടോ നല്ലത്. അപ്പം ഇനി നമ്മൾക്ക് ഈ വറവുണ്ടല്ലോ അതൊന്ന് അതിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മടിച്ച് നിൽക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്താ അടിപൊളി ടേസ്റ്റാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ വറവൊക്കെ അയക്കാണ്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിന് മോള് പാത്രമായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഓക്ക് ഇങ്ങനത്തെ എല്ലാ സാധനവും നോക്കി ഇഷ്ടപ്പെടില്ല. ഓളിങ്ങനെ ചില സാധനങ്ങളത്തിനോടാണ് ഇട്ടത്. അന്ന് പിന്നെ എല്ലാവരും അതന്നെ തിന്നത് രാത്രി കേട്ടോ.
പിന്നെ ഞാൻ ചപ്പാത്തി ഒന്നും ചുട്ടിട്ടില്ലേനി. അപ്പോൾ നമ്മൾ മീനുണ്ടല്ലോ അത് നല്ല മുറിച്ചുകാണ്ട് നമ്മൾ പച്ചപ്പുളി ഇട്ടുകാണ്ടാട്ടോ മീൻ വെക്കേണ്ടത് മത്തി. അപ്പോൾ നമ്മൾ കുക്കറിലാട്ടോ വെക്കേണ്ടത്. അപ്പോൾ നല്ലോണം വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിന് പിന്നെ വടിയൊന്നും വിചാരിച്ചുകാണ്ട് ഞാൻ ചട്ടിക്ക് ഒഴിച്ചിട്ടാ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെട്ടാ. താങ്ക് യു ഫോർ വാച്ചിങ്.